ഫ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് ധനതത്വശാസ്ത്രത്തിലെ നികുതികൾ എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന PSC എക്സാമുകൾക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗം നികുതി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? നികുതികളാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ജോൺ മത്തായി കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ജോൺ മത്തായി കമ്മീഷൻ. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? രാജാ ചെല്ലയ്യ കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റിയാണ്. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 265 നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 265. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതി ഏതാണ്? ടോൾ. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതിയാണ് ടോൾ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഒക്ട്രോയ്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഏതാണ്? ഒക്ട്രോയ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ്? കൊൽക്കത്ത. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വിജയ് ഖേൽക്കർ കമ്മിറ്റി. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? വിജയ് ഖേൽക്കർ കമ്മിറ്റി. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. കയറ്റുമതി, ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഏതാണ്? കസ്റ്റംസ് നികുതി. കയറ്റുമതി, ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഏതാണ്? കസ്റ്റംസ് നികുതിയാണ്. കയറ്റുമതി, ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്നത് കസ്റ്റംസ് നികുതി. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതാണ്? സർചാർജ്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏതാണ്? സെസ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്നറിയപ്പെടുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികൾ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികൾ. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളാണ് പരോക്ഷ നികുതികൾ. അപ്പം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികൾ. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതി എന്താണ്? പരോക്ഷ നികുതികളാണ്. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? വ്യക്തിഗത ആദായ നികുതിയാണ്. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി എങ്ങനെ അറിയപ്പെടുന്നു? വ്യക്തിഗത ആദായ നികുതി. കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? കോർപ്പറേറ്റ് നികുതി. കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? കോർപ്പറേറ്റ് നികുതി. ഇപ്പൊ വ്യക്തികളുടെയും കമ്പനികളുടെയും മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി, അല്ലെ? പ്രത്യക്ഷ നികുതി. ഇതിൽ വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി വ്യക്തിഗത ആദായ നികുതി എന്നും കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി കോർപ്പറേറ്റ് നികുതി എന്നും അറിയപ്പെടുന്നു. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം എന്താണ്? കോർപ്പറേറ്റ് നികുതിയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് നികുതിയാണ്. ഓക്കെ. മൂല്യവർദ്ധിത നികുതി വാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ഹരിയാനയാണ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ് ആണ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂസിലാൻഡ് ആണ്. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്ക് ആണ്. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഡെൻമാർക്ക് ആണ്. ഉപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ചൈനയിലാണ്. ഉപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ചൈനയിലാണ്. അപ്പോ കാർബൺ നികുതി നടപ്പിലാക്കിയത് ന്യൂസിലാൻഡ് ആണ്. കൊഴുപ്പ് നികുതി നടപ്പിലാക്കിയത് ഡെൻമാർക്ക് ആണ്. ഉപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ചൈനയാണ്. GST നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? ഫ്രാൻസ് ആണ്. GST നികുതി ആദ്യമായി നടപ്പിലാക്കിയതും ഫ്രാൻസ് ആണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? കേരളമാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? സ്റ്റേറ്റ് GST ആണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് GST ആണ്. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? CGSTയും ആദായ നികുതിയുമാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം സ്റ്റേറ്റ് GST ആണ്. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? CGSTയും ആദായ നികുതിയും. ഓക്കെ. സർക്കാർ വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് എന്താണ്? പൊതുകടം എന്നാണ്. സർക്കാർ വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് പൊതുകടം എന്നാണ്. GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. എന്നാണ് GST നിലവിൽ വന്നത്? 2017 ജൂലൈ 1-ന്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന GST മാതൃക ഏതാണ്? ഇരട്ട GST ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന GST മാതൃക ഏതാണ്? ഇരട്ട GST. ഇന്ത്യയെ കൂടാതെ ഇരട്ട GST നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാനഡയും ബ്രസീലും. അപ്പൊ ഇന്ത്യയിൽ നിലനിൽക്കുന്ന GST എന്ന് പറയുന്നത് ഇരട്ട GST ആണ്. ഇപ്പൊ ഇന്ത്യയെ കൂടാതെ ഇരട്ട GST ഉള്ള രാജ്യങ്ങൾ കാനഡയും ബ്രസീലുമാണ്. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 101-ാം ഭേദഗതി പ്രകാരമാണ് GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 101-ാം ഭേദഗതി. GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചനെയാണ്. GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അമിതാഭ് ബച്ചൻ. GST അറിയപ്പെടുന്നത് എന്താണ്? ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് GST എന്ന് പറയുന്നത്? ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് എന്തോന്ന്? GST. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക് എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് എന്നാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡ് രൂപീകൃതമായത് എന്നാണ്? 1982-ലാണ് നബാർഡ് രൂപീകരിച്ചത്. എന്നാണ്? 1982-ലാണ് നബാർഡ് രൂപീകരിച്ചത്. നബാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. എവിടെയാണ് നബാർഡിന്റെ ആസ്ഥാനം? മുംബൈയിലാണ്. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ്? ശിവരാമൻ കമ്മിറ്റി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റോയ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റോയ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ATM അവതരിപ്പിച്ച ബാങ്ക് ICICI ബാങ്ക് ആണ്. ഓക്കെ. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? കേന്ദ്ര ബാങ്ക് ആണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? കേന്ദ്ര ബാങ്ക് ആണ്. ഇതൊക്കെ ബാങ്കുകളെ പറ്റിയുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് എക്സാമുകൾക്ക് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ചോദിച്ചിട്ടുണ്ട്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് നബാർഡ് ചോദിച്ചിട്ടുണ്ട്. നബാർഡ് രൂപീകൃതമായതെന്ന്? 1982. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റോയ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? കേന്ദ്ര ബാങ്ക് ആണ്. കേന്ദ്ര ബാങ്ക് ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ വളരെ ഇമ്പോർട്ടന്റ്.
ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? കേന്ദ്ര ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് കേന്ദ്ര ബാങ്ക്. അതോ ഇന്ത്യയുടേത് റിസർവ് ബാങ്ക്. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ മുഹമ്മദ് യൂനിസ്. ഇത് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ മുഹമ്മദ് യൂനിസ്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനിസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഈ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ ക്വസ്റ്റ്യൻ അത് പ്രസ്താവന ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരുന്നത്. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഹമ്മദ് യൂനിസിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനിസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി എങ്ങനെ അറിയപ്പെടുന്നു? ബാർട്ടർ സമ്പ്രദായം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. അപ്പോൾ ധനതത്വ ശാസ്ത്രത്തിൽ നിന്നുള്ള വളരെ കുറച്ചേ സിലബസിലുള്ളൂ എങ്കിലും 3-4 വീഡിയോ ആയിട്ടാണ് ഞാൻ ധനതത്വ ശാസ്ത്രം ചെയ്തിരിക്കുന്നത്. കാരണം വളരെ കുറച്ചേ ഉള്ളൂവെങ്കിലും 5 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത്. 1 മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. 4 വീഡിയോസും കണ്ട് ധനതത്വ ശാസ്ത്രത്തിൽ നിന്നുള്ള 5 മാർക്കും നേടിയെടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരും കമന്റ് ഒന്നും ചെയ്തിട്ടില്ല. കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.